ഇന്ന് രാവിലെ നമുക്ക് നല്ലൊരു 8ൻ്റെ പണിയാണ് കേട്ടോ കിട്ടിയത്. കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാക്ക് ചെയ്യപ്പെട്ട്. തുർക്കി ബേസ്ഡ് ആയിട്ടുള്ള ഏതോ ഒരു ടീമാണ് ഹാക്ക് ചെയ്തത്. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പം തുർക്കി ബേസ്ഡിലാണ് ഹാക്കേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ തന്നെ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഇമെയിലുകളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാറുണ്ട്. രാവിലെ എണീച്ചോടനെ തന്നെ നമ്മൾ ഉള്ള ഒരു ശീലമാണ് എന്തൊക്കെയാണ് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ മെയിലും നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്കതിൽ മെയിൽ വന്നെടുക്കുന്നുണ്ട്, നിങ്ങളെ പേജ് അതായത് ഉടനെ തന്നെ ബ്ലോക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്, അതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള രീതിയിലുള്ളൊരു മെയിലാണ് വന്നത്, ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന പോലെ. അപ്പോൾ അതിന് നമ്മൾ ആ റിവ്യൂ പേജ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. മെറ്റയിൽ നിന്ന് കാണിക്കുന്ന പോലെ തന്നെയുള്ള ഇമെയിലാണ് വന്നത്. ജസ്റ്റ് നമ്മൾ ആ റിവ്യൂ പേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് അതിൽ കറക്റ്റ് കാണിച്ചിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോം നമ്മളെ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ജെന്യുവനായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുകയും ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി. ഞാൻ ഫ്രം ഇമെയിൽ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് എൻഡിങ് പോർഷൻ ഒന്ന് ജസ്റ്റ് നോക്കി. അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ മെറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിലിൻ്റെ സ്റ്റാർട്ടിങ്, ലാസ്റ്റ് ഞാൻ ശ്രദ്ധിക്കാൻ കുറച്ച് വിട്ടുപോയി. അത് നോക്കുമ്പോൾ ജിമെയിലാണ് സംഭവം. അപ്പോൾ എനിക്ക് കത്തിയത് സംഭവം പണി കിട്ടി എന്നുള്ളത്. ജസ്റ്റ് അപ്ലൈ ഞാൻ ലോഗിൻ ചെയ്ത് ഞാൻ പാസ്വേഡ് മാറ്റി ഇതാക്കാൻ നോക്കിയപ്പോഴേക്കും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സംഭവം എൻ്റെ ഹാക്കായി എൻ്റെ ഡാറ്റ മൊത്തം അങ്ങ് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഫോൺ നമ്പർ, ഇമെയിൽ, അതിലുള്ള വീഡിയോസ്, റിക്കവറി മെയിൽ എല്ലാം അങ്ങ് എല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം എനിക്കത് ഓപ്പൺ ആക്കാൻ പറ്റിയില്ല. അത് എൻ്റെ നിന്നും ബ്ലോക്കായി പോയി സംഭവം. എനിക്ക് പിന്നെ അതിലേക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സംഭവം നടന്ന് മുഴുവൻ വീഡിയോസും ഡാറ്റാസും മാറ്റിക്കളഞ്ഞാണ്. അതിന് ശേഷം റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ആ രീതിയിൽ നമ്മുടെ ടീമും പരിശ്രമിച്ച് അതെന്താണ് സംഭവിച്ചതെന്നുള്ള മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് സംഭവം റിക്കവറായിട്ട് ഇൻസ്റ്റാ പേജ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം പോയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ പേജ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഫ്യൂച്ചറിലേക്ക് ഇൻഷാല്ലാ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഏതായാലും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനത്തെ മെയിലുകളോ കാര്യങ്ങളോ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ബേസ്ഡ് ആയിട്ടുള്ള ലിങ്കായി, പക്ഷേ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീക്ക് പോയിന്റിൽ അവരത് ഹാക്കേഴ്സ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഹാക്ക് ചെയ്ത് കളയും. എനിക്ക് ലിങ്കുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മെസ്സേജുകളോ കാരണം ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനത്തെ യാതൊന്ന് ഫോർവേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാനോ പോകാത്ത ഒരാളാണ്. പക്ഷേ ഇതൊരു കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്ന് അതെന്താണെന്ന് അറിയാൻ വേണ്ടി, ഏത് വീഡിയോയ്ക്ക് അങ്ങനെ വന്നിരിക്കുന്നതെന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് അത് അത്രത്തോളം എനിക്ക് മൈൻഡ് കത്തിയില്ല. അതാണ് സംഭവിച്ചത്. പിന്നെ ഇത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നോ അല്ലെ ചാനലിലുള്ള ആളുകൾ മാത്രമല്ല, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ഉള്ള ആളുകൾക്കാണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്ന പരിപാടികളുണ്ട്. അതും ഇക്കാലത്ത് നടന്നു പോകുന്നതാണ്. അപ്പം നമുക്ക് പറ്റിയൊരു കാര്യം ഒരുപാട് ആളുകൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് പറ്റിയൊരു പുതുമയൊന്നുമല്ല, ആർക്കും പറ്റാം. എന്നിരുന്നാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്കറിയുമെങ്കിലും ഒന്നുകൂടി നിങ്ങളൊന്ന് കെയർഫുള്ളായിരിക്കുക. നമുക്കറിയാം, ഞാനും അറിയാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഹാക്കേഴ്സാണ്. അവർ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളെ ഹാക്ക് ചെയ്തു. അവരതിനനുസരിച്ച് ബുദ്ധി സാമർഥ്യമുള്ള ആളുകളായിരിക്കും. നമ്മളെക്കാളൊക്കെ ഒരുപാട് ഇതിൽ അരച്ച് കലക്കിയ ആളുകളായിരിക്കും. ഏത് രീതിയിലാണ് അവർക്ക് നമ്മളെ ചിലപ്പം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങളുടെ നേരെ 10 ഇരട്ടി മുന്നിൽ പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും ഹാക്കേഴ്സ് നമ്മൾ കാണുക. കാരണം ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. അപ്പോൾ വേറെ ഏതെങ്കിലും ടെക്നിക്കായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഏതായാലും റിക്കവറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും സന്തോഷമുണ്ട്. കുറേ വീഡിയോസൊക്കെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അക്കൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടിയല്ലോ. അത്യാവശ്യം ഏകദേശം ഒരു 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് ഫോളോവേഴ്സുള്ള പേജായിരുന്നു. അപ്പോൾ തിരിച്ചിട്ടിയത് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളോട് എന്ത് പറ്റി എന്നുള്ളത് ചോദിച്ചാൽ യാതൊരു ഡീറ്റെയിൽസും കാണാത്തതുകൊണ്ടും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ അന്വേഷിച്ച ആളുകൾക്കും നന്ദി അറിയിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം മുതൽ നമ്മൾ രണ്ടിലും, അതായത് യൂട്യൂബിലും അതുപോലെ തന്നെ യൂട്യൂബിൽ പൊതുവെ ആളുകൾ ജോബ് അന്വേഷിക്കുന്ന ആളുകൾ യൂട്യൂബിൽ കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ ജോബ് അപ്ഡേഷൻസ് ഇടാറുണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള വ്യൂസ് കാണുന്നില്ല. അതുകൊണ്ടാണ് യൂട്യൂബിൽ പൊതുവേ നമ്മൾ കുറച്ചത്. കാരണം അന്വേഷിക്കുന്ന ആളുകൾ എവിടെയാണോ അവിടെയാണല്ലോ നമ്മൾ അവർക്ക്, അതായത് പല ആളുകളും ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ടെലഗ്രാമിലൊക്കെയാണ് കൂടുതലായിട്ടും ഇൻവോൾവ് ആകുന്നതെന്ന് തോന്നുന്നു.
യൂട്യൂബിലും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്, മാക്സിമം പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റയിലും മാക്സിമം ഒന്ന് ഇൻവോൾവ് ആവാൻ ശ്രദ്ധിക്കുക. അതിൽ ഇനി അടുത്ത ദിവസം മുതൽ നല്ല നല്ല ജോബ് അപ്ഡേഷൻസ് കാണാം. ജോബ് അപ്ഡേഷൻ ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ നാളെ എത്താൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. വാച്ച് ചെയ്യാൻ മറക്കണ്ട, യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാം. താങ്ക്